ഷഹബാസ് വധക്കേസിലെ പ്രതികൾക്ക് ആരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സീറ്റ് +1 പ്രവേശനം നൽകിയതിനെതിരെ പ്രതിഷേധം നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. MSF ആണ് അവിടെ പ്രതിഷേധിക്കുന്നത്. രതീഷ് വാസുദേവൻ നമുക്കൊപ്പം ചേരുകയാണ്. രതീഷ്, എവിടെയാണ് MSF ഇവിടെ പ്രതിഷേധിക്കുന്നത്? ബിനിൽ, നമുക്കറിയാം ഈ താമരശ്ശേരി ഷഹബാസ് ഭരണത്തിൽ കുറ്റാരോപിതരായ കുട്ടികൾക്ക് +1 അപേക്ഷ അവർ അഡ്മിഷൻ നേടിയിരുന്നു. അതിലൊരു സ്കൂള് കോഴിക്കോട് ടൗണിലുള്ള സെൻറ് ജോസഫ് ബോയ്സ് സ്കൂളിലാണ്. ആ ബോയ്സ് സ്കൂളിൽ ഇന്ന് +1 ആദ്യ ദിനമാണ്. ആ കുട്ടിയുടെ അഡ്മിഷൻ കൊടുത്ത സ്കൂളിൽ അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് MSFന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രിൻസിപ്പലിന്റെ ഓഫീസ് ഉപരോധിച്ചത്. ഓഫീസ് ഉപരോധിച്ച MSF പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് MSF ഇവിടെ പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ മണിക്കൂറുകളോളം ഉപരോധം നടത്തിയത്. തുടർന്നാണ് പോലീസ് എത്തിയത്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളാണ്. ബാലാവകാശ കമ്മീഷന്റെ കൂടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്, കോടതിയുടെയും കൂടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവർക്ക് വിദ്യാഭ്യാസ അവകാശ നിയമങ്ങൾ നഷ്ടപ്പെടരുത് എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് കുട്ടികൾക്ക് +1 അപേക്ഷ പ്രവേശനാനുമതി നൽകിയത്. എന്നാൽ ഇത് ശരിയല്ല. ഈ കുറ്റാരോപിതരായ കുട്ടികളെ പുറത്തു നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ MSF വലിയ തരത്തിലുള്ള പ്രതിഷേധം നടത്തുന്നത്. പോലീസും MSF പ്രവർത്തകരും ഇപ്പോൾ വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലുമാണ് ഇപ്പോൾ ഉള്ളത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി എന്തായാലും ഇവരെ ബലം പ്രയോഗിച്ച് ഇവിടുന്ന് സ്കൂളിൻ്റെ അകത്ത് നിന്ന് മാറ്റാനാണ് പോലീസിന്റെ ശ്രമം. ഈ സ്കൂളിൻ്റെ മതിൽക്കെട്ടിനകത്ത് MSF പ്രവർത്തകർ ആദ്യം പ്രിൻസിപ്പളുമായി ചർച്ചയ്ക്കെത്തുന്നു. പിന്നീട് അത് പ്രതിഷേധത്തിൻ്റെ രൂപമായി മാറുന്നു. അങ്ങനെയാണ് ഈ പ്രതിഷേധം തുടങ്ങുന്നത്. ഇപ്പോൾ നിരവധി നേതാക്കളെ, MSFന്റെ നേതാക്കളെ ആദ്യഘട്ടത്തിൽ പോലീസ് ജീപ്പിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. എന്നാൽ ബാക്കിയുള്ള ചില MSF പ്രവർത്തകരും അവിടെ മുദ്രാവാക്യം വിളികളുമായി പ്രിൻസിപ്പലിൻ്റെ ഓഫീസിന് മുന്നിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അതായത് ഈ കുറ്റാരോപിതരായ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കരുത് എന്ന നിലപാടാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വച്ചത്. ആ നിലപാട് കൂടിയാണ്, അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ പ്രതിഷേധമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിനി, ഇപ്പോൾ പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചിരിക്കുകയാണ്. MSF ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സീറ്റ് നൽകിയതിൽ +1 പ്രവേശനം നൽകിയതിലാണ് MSF പ്രതിഷേധം നടത്തുന്നത്. കോഴിക്കോട് താമരശ്ശേരി.